അവരുടെ ആദ്യത്തെ പ്രതികരണം എന്ന് പറയുന്നത് അയ്യോ അവർ വളർന്നു വരുന്ന തലമുറയാണ്, അവരെ അവരുടെ വഴിക്ക് വിടും, തല്ലരുത്, ശിക്ഷിക്കരുത്, നിയന്ത്രിക്കരുത്. ചില സ്ഥലങ്ങൾക്കകത്ത് റോഡ് ആറ്റിറ്റ്യൂഡുകളുണ്ട്, ചില സ്ഥലങ്ങൾക്കകത്ത് ചെയ്യരുതാത്ത കാര്യങ്ങളുണ്ട്, ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ഒരു കണ്ണ് ആ കുട്ടിയുടെ മുകളിൽ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ അയൽക്കാരൻ റെസ്പോൺസിബിലിറ്റി അല്ല, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. വെളിയിൽ ഇറങ്ങി നിന്നിട്ട് പോലീസുകാരോ നാട്ടുകാരോ ടീച്ചേഴ്സോ നാട്ടുകാരോ അടിച്ചോ അല്ലത് പഠിപ്പിക്കണ്ടേ. ഹലോ ഫ്രണ്ട്സ്, ഇച്ചയെ കൊച്ചിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിപ്പോൾ ഇട്ട ടോപ്പിക്കിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് അടുത്ത് പറയാൻ ശ്രമിക്കുന്നത്. ഇതെല്ലാം വളർത്തുന്ന എന്ത് കേസ് കേട്ടില്ലാത്ത നമ്മൾ എന്ത് പറഞ്ഞാലും ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവരുടെ ആദ്യത്തെ പ്രതികരണം എന്ന് പറയുന്നത് അയ്യോ അവർ വളർന്നു വരുന്ന തലമുറയാണ്, അവരെ അവരുടെ വഴിക്ക് വിടും, തല്ലരുത്, ശിക്ഷിക്കരുത്, നിയന്ത്രിക്കരുത്. എന്തുമാത്രം നിങ്ങൾക്കൊക്കെ ഇത് കണക്ട് ആവുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ ഫേസ് ചെയ്ത ഒരു വർക്കാനാണിത്. ഒരു വണ്ടി എടുത്ത് ഒരു കൊച്ചിൻ്റെ കൊടുത്തും അല്ലെങ്കിൽ ഒരാളുടെ കൊടുത്തും നിങ്ങൾ ഇത് റോഡിൽ ഓടിച്ച് പഠിച്ചിട്ട് അല്ലെങ്കിൽ എവിടെ ഓടിച്ച് പഠിച്ചിട്ട് സ്വയം ഡെവലപ്പായി എന്തൊക്കെയാണ് ഇത് ചെയ്യേണ്ടത് ഡെവലപ്പായി പഠിച്ചു വരിക. പഠിക്കുമോ? പഠിക്കുമായിരിക്കും. അപ്പോൾ അവരൊരു വിടും പ്രദേശം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഇട്ട് ഓടിച്ച് ഗിയർ മാറുന്നത് എങ്ങനെ, ക്ലച്ച് ഔട്ടത് എങ്ങനെ, സ്റ്റിയറിംഗ് കൺട്രോൾ എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഹസാർഡുകൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്, ഇതൊക്കെ അവർ പഠിച്ചെടുക്കുമായിരിക്കും. ഇല്ലെന്ന് പറയുന്നില്ല. ഡ്രൈവിംഗ് എന്നുള്ള വസ്തു നിങ്ങൾ പഠിച്ചു, പക്ഷേ ഡ്രൈവിംഗ് റൂളുകളുണ്ട്. ചില സ്ഥലങ്ങൾക്കകത്ത് റോഡ് ആറ്റിറ്റ്യൂഡുകളുണ്ട്, ചില സ്ഥലങ്ങൾക്കകത്ത് ചെയ്യരുതാത്ത കാര്യങ്ങളുണ്ട്, ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, നോംസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, ഇല്ലേ? അത് നിങ്ങൾ ഒറ്റയ്ക്ക് ഡെവലപ്പ് ചെയ്ത് പഠിക്കുമോ? സാധാരണപ്പെട്ട ഒരു ട്രെയിനിങ് എടുത്തൊരുത്തൻ വളരെ ഈസി ആയിട്ട് പഠിച്ചിറങ്ങിയിട്ട് വണ്ടിയിലോട്ട് കയറി വേറെ അപകടങ്ങളൊന്നും ഉണ്ടാക്കാതെ കൊണ്ടുനടക്കുന്ന ആ റൂളുകൾ ഇവൻ പഠിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് അപകടങ്ങളും കുറച്ച് പ്രശ്നങ്ങളും ഒക്കെ വേണ്ടി വരും, ഇല്ലേ? തീർച്ചയായിട്ടും അതൊക്കെ മനുഷ്യൻ ഇടിച്ചിടിച്ചെടുത്ത് 100 കാര്യങ്ങൾ പഠിക്കും. അതാണോ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾക്ക് തോന്നുന്നത് കുട്ടികൾ തന്നെത്താൻ ഡെവലപ്പായി എക്സ്പ്ലോർ ചെയ്ത് വളരട്ടെന്നാണ് നിങ്ങളുടെ പോളിസി എങ്കിൽ ഐ ആം നോട്ട് പാർട്ട് ഓഫ് ഇറ്റ്. ഞാൻ ആ ലീഗിനകത്തുള്ള ആളല്ല, എനിക്കതിനകത്ത് താല്പര്യമില്ല. അപ്പോൾ ഈ വീഡിയോക്കകത്ത് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾ കുട്ടികളുടെ മുകളിൽ റെസ്ട്രിക്ഷൻസ് വെക്കണമെന്നുള്ളതാണ്. നിങ്ങളുടെ ഒരു കണ്ണ് ആ കുട്ടിയുടെ മുകളിൽ ഉണ്ടായിരിക്കണം. ബിക്കോസ് ദാറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി. നിങ്ങളുടെ അയൽക്കാരൻ റെസ്പോൺസിബിലിറ്റി അല്ല, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. വെളിയിൽ ഇറങ്ങി നിന്നിട്ട് പോലീസുകാരോ നാട്ടുകാരോ ടീച്ചേഴ്സോ നാട്ടുകാരോ അടിച്ചോ അല്ലത് പഠിപ്പിക്കണ്ടേ. എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പഠിപ്പിച്ചിറക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് പഠിപ്പിച്ചിട്ട് ഇറക്കിയാൽ മാത്രമേ ഉള്ളൂ ആ പിള്ളേർ സമൂഹത്തിന് ഉപകാരമുള്ള കുറച്ച് വസ്തുക്കളായിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ തുടക്കകാലം ഒരു ഭയങ്കരമായിട്ട് കഷ്ടപ്പെടും. മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ഇടിച്ചും തെറി വിളിച്ചും തെറി കേട്ടും ജീവിതത്തിൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിനെക്കാട്ടും നല്ലത് നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് പഠിച്ചിട്ട് പോകുന്നതാണ്. സ്വന്തം വീടിനകത്ത് നിയന്ത്രണങ്ങളൊന്നും കൊണ്ടാത്ത കൂൾ പേരൻസ്, അവർ എന്താ പറയുക, എൻ്റെ വീട്ടിൽ കൊച്ചിനെ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ട, മോളെ കുഞ്ഞിനെ പാലൂട്ടി വളർത്തുന്ന ഒരു കൊച്ചിനെ റെസ്ട്രിക്ഷൻസ് കൊടുക്കാത്ത ആൾക്കാർ. പക്ഷേ അപ്പുറത്തെ വീട്ടിലെ കൊച്ച് ഈ വീട്ടിൽ വന്നോ അല്ലെ വേറെ എവിടെയും വെച്ച് എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ഈ ഉദാരതയും ഈ പറഞ്ഞ കെയറിങ് ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇതിലങ്ങ് സടം കൂടെ എഴുതേക്കും. നമ്മളൊക്കെ ഇവരുടെ ഈ വലിയ ഘോര ഈ കഥ മുഴുവൻ പറഞ്ഞത്. പക്ഷേ ആ സഹിഷ്ണുതയൊന്നും അവരിവിടെ കാണിക്കുന്നില്ല. ഭയങ്കര അസഹിഷ്ണുക്കളായിട്ട് പെരുമാറുന്ന വേറൊരു ഗ്രൂപ്പ് ഓഫ് പേരൻറ്റിംഗ് ഉണ്ട്. ഇവരെയൊക്കെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ സ്വയം തീരുമാനിക്കുക. ഞാൻ എൻ്റെ ചുറ്റുപാടും കണ്ടുവരുന്ന പേരൻറ്റിങ്ങിൻ്റെ വിഭാഗങ്ങളെക്കുറിച്ച് ഞാൻ ഈ പറയുന്നത്. പിന്നെ വേറൊരു ഗ്രൂപ്പുണ്ട്, നാട്ടുകാരുടെ മൊത്തം പിള്ളേരെ ഇങ്ങനെ കെയറിങ് ആയിട്ട് കൊണ്ടുനടക്കും. അവരെന്ത് കാണിച്ചാലും ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. ആരോടും ഒരു നമ്മൾ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കാറില്ല, തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാറില്ല. ആ വീട്ടുകാരോട് ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്ന് പറയത്തില്ല, ഒന്നും പറയത്തില്ല. അവരെങ്ങനെ വേണ്ടും കുത്തി മറിഞ്ഞോട്ട് ഒരു കുഴപ്പമില്ല. ആ പിള്ളേർക്ക് പല അപകടങ്ങൾ പറ്റുന്നുണ്ട്, അവർ പല മണ്ടത്തരങ്ങളും പോയി ചാടുന്നുണ്ട്. ഇവരെല്ലാം കണ്ടുകൊണ്ട് ഈ പേരൻറ്റ് ഗ്രൂപ്പ് ഇവിടെ നിൽപ്പുണ്ട്. പക്ഷേ ഇതേ സാധനം സ്വന്തം വീട്ടിൽ വന്ന് കഴിയുമ്പോഴത്തേനും മിലിറ്ററി അപ്പനും അമ്മയാണ്. കാരണം സ്വന്തം ചെറുക്കനെ ഏറ്റവും പോളിഷായിട്ട് പെർഫെക്റ്റായിട്ട് വളർത്തു. വീടിനകത്ത് ഭയങ്കര സ്ട്രിക്റ്റ് പോളിസീസ്. പേരൻറ്റിങ്ങിൻ്റെ ഒരു എയും ബിയുമാണ് പറഞ്ഞത്, 2 സൈഡുകൾ പറയുവാണ്. ഈ 2 സൈഡിലും ഈ പറഞ്ഞ കൊച്ചിന് മനസ്സിലാകുന്ന എന്തുവാണെന്ന് നിങ്ങൾ ചിന്തിക്കണം. അത് വളർന്നു വരുന്നൊരു സോഷ്യൽ ബീയിങ് ആണ്. അതതിൻ്റെ കണ്ണിൽ കൂടെ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ ഈ കാണിക്കുന്ന ഇരട്ടത്താപ്പ് അവർ കാണുന്നുണ്ട്. ഇതൊക്കെയാണോ ബാലൻസിങ് ആയിട്ടുള്ള പേരൻറ്റിങ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കാരണം ഞാൻ ഇത്തരം സവനങ്ങളിൽ കൂടെ പോകുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു സംഭവത്തിൽ അതൊരു ടോപ്പിക് എന്ന് പറയാൻ ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത പതിപ്പ് തന്നെയായിരിക്കും നമ്മുടെ പിള്ളേരും. മത്തം കുത്തിയ കുമ്പളം മുളകിൻ്റെ പറഞ്ഞ പോയിൻ്റൊക്കെ കറക്റ്റ് തന്നെയാണ്. പക്ഷേ നമുക്ക് കഴിയാഞ്ഞതും നമ്മളെക്കൊണ്ട് പറ്റാഞ്ഞതും ഒക്കെ നമ്മുടെ പിള്ളേരെ കൊണ്ട് നേടിയെടുപ്പിക്കണം എന്നൊരാഗ്രഹത്തിലല്ല പിള്ളേരെ വളർത്തേണ്ടത്. പിള്ളേരുടെ കൂടെ ഓടുകയും ചാടുകയും പറക്കുകയും ലോകത്തുള്ള എല്ലാ ആക്ടിവിറ്റിക്ക് വേണ്ട കൂടെ വളക്കുകയും പിന്നെ കൊച്ചു കരയുമ്പോൾ കൂട്ടത്തിൽ കരയുകയും കൊച്ചു കണ്ടിട്ട് ചേട്ടൻ കൂട്ടത്തിൽ ചാടുകയൊന്നും വേണ്ട. അതൊന്നും അല്ല നമ്മൾ ഈ പേരൻറ്റിങ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ അവരുടെ കൂട്ടത്തിൽ നമ്മൾ നടക്കുമ്പം കുറച്ച് നിയമങ്ങളും കുറച്ച് ടിപ്സും ഒക്കെ നമ്മൾ സംസാരിക്കുക. ഏറ്റവും ആദ്യം ഒരു കുടുംബത്തിൽ വേണ്ട ഏറ്റവും നല്ല ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ കോൺവെർസേഷനാണ്. അപ്പൻ അമ്മ മക്കളൊന്ന് സംസാരിക്കുക. ഇന്നിവിടെ ഞങ്ങളുടെ പേരൻറ്റിങ് ഏരിയക്കകത്ത് ഞങ്ങളുടെ അറിവിലുള്ള ഞങ്ങളുടെ കൂട്ടുകാരുടെ ആയിക്കോട്ടെ, ഞങ്ങൾക്ക് അയൽക്കാരുടെ ആയിക്കോട്ടെ, അടുത്തുള്ള ഞങ്ങൾക്ക് അറിയുന്ന ആൾക്കാരുടെ ആയിക്കോട്ടെ, മെയിൻ പ്രശ്നം എനിക്ക് മനസ്സിലാകുന്നത് പിള്ളേരെ വീട്ടുകാരോട് സംസാരിക്കാൻ ദേ ഡോണ്ട് ബോദർ നൗ. അവർ ഗീവ് അപ്പ് ചെയ്യുവാണ്. അവർ സംസാരിക്കാൻ ശ്രമിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നിരിക്കണം. അത് പലർക്കും മനസ്സിലായിട്ടില്ല. ഈ പേരൻറ്റിന് അത് മനസ്സിലായിട്ടില്ല. അവർ സംസാരിക്കാൻ ശ്രമിച്ചായിരുന്നു. ഇപ്പോൾ ഇതെന്തുകൊണ്ട് എടുത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുട്ടികൾ എന്ന് പറയുന്നത് ഒരാൾ 3ാം ക്ലാസ് പഠിക്കുന്നു, അടുത്തയാൾ 7ാം ക്ലാസ് കഴിയുന്നു. 2 പേരിൽ ഇളയാളോട് എനിക്ക്
അത്രയും ഓവറായിട്ട് ഇൻട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവളെല്ലാം പറയുന്നുണ്ടെങ്കിലും നമുക്ക് അവൾ പറയുന്നത് കുറച്ചുകൂടെ പ്ലേഫുള്ളായിട്ട് അവൾ പറയും. അവൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ പറഞ്ഞ സീരിയസ്നെസ് ഒക്കെ അത് മനസ്സിലാവുന്നില്ല. പക്ഷേ മൂത്തയാണ് ഒത്തിരിയേറെ കാര്യങ്ങൾ അവളുടെ ചുറ്റുപാടും കാണുന്നു. അവളുടെ കൂട്ടുകാരുടെ കാര്യങ്ങളായിക്കോട്ടെ, നമ്മുടെ വീട്ടിലെ കാര്യങ്ങളായിക്കോട്ടെ, എന്തുകൊണ്ടങ്ങനെ, വൈ, വാട്ട്, ഹൗ എന്നവർ ചോദിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുകൾ തുടങ്ങുന്നു, അൺകംഫർട്ടബിൾനെസ് ആരംഭിക്കുന്നു. പക്ഷേ ഐ എം ഹാപ്പി വിത്ത് ദാറ്റ്. അവർ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷനും കൂടെ അവർ പഠിക്കുവാണ്. എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കണം, അവർക്ക് കിട്ടുന്ന റിജക്ഷൻസിനെ എങ്ങനെ മാനേജ് ചെയ്യണം പിള്ളേർ പഠിക്കുകയാണ്. ഇതെന്തുകൊണ്ട് എടുത്ത് പറയുന്നത് കഴിഞ്ഞാൽ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്ന പിള്ളേരുകളെ അല്ലെങ്കിൽ ആൾക്കാർ കൈയിടിച്ച് വെൽക്കം ചെയ്യത്തൊന്നുമില്ല. ചോദ്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാരെ എപ്പോഴും ഒരു കയ്യകരത്ത് മാറ്റി നിർത്താൻ എപ്പോഴും ആൾക്കാർ ശ്രമിക്കത്തുള്ളൂ. നിങ്ങൾക്ക് അതിനുള്ള അറിവുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ചോദ്യം. എനിക്കിവർ പറയുന്ന പല കാര്യങ്ങളും അറിയത്തില്ല, ഇവിടെ പഠിക്കുന്ന കണക്കൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ ആ ചോദ്യങ്ങൾ ചോദിക്കാൻ അവർ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ പഠിക്കുന്ന കാര്യത്തെക്കുറിച്ച് മാത്രമല്ല, അവരുടെ ചിന്തകളെക്കുറിച്ചായിക്കോട്ടെ, ബന്ധങ്ങളെക്കുറിച്ചായിക്കോട്ടെ, ഇങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ ഈ കുട്ടികൾക്ക് ചോദിക്കാറുണ്ട്. നിങ്ങൾ വിചാരിക്കും ഈ പിള്ളേർക്കൊന്നും ചോദിക്കാനായിട്ടില്ല. അയ്യോ, ഈ പിള്ളേർക്ക് ചോദിക്കാനുള്ള അത്രയും ചോദ്യങ്ങൾ വേറെ ലോകത്ത് നിങ്ങൾക്ക് വേറെ ഒരിടത്തും കാണത്തില്ല. അത് അനുഭവിക്കുന്ന ഒരു പേരൻ്റാണ് ഞാൻ. ഇത് പറയാനുള്ള നിസ്സാരമായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ രാവിലെ ഇഷ്യൂ ആണ്. അവൾ ഒരു കൊച്ചിൻ്റെ കൂട്ടത്തിൽ സ്ഥിരമായിട്ട് സ്കൂളിൻ്റെ ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് കഴിക്കുന്നതായിരുന്നു. ആ കുട്ടി അവളുടെ ഫുഡിനകത്തുനിന്ന് എപ്പോഴും ഇവൾക്കൂടെ കുറച്ച് ഭാഗം ഹാഫ് എടുത്ത് കൊടുത്തിട്ടാണ് അവൾ കഴിക്കുന്നത്. അപ്പോൾ 2 പേരുടെ കൂടി ഷെയർ ചെയ്ത് കഴിച്ചു. എസ്തറും അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ എസ്തർ വിചാരിക്കുന്ന കൂട്ടുകാരി, എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരി എനിക്ക് ഫുഡ് ഓഫർ ചെയ്തു എന്നുള്ളതാണ് എസ്തറിന് മനസ്സിലായത്. ഞങ്ങൾ ഇതിൻ്റെ കാര്യം അറിഞ്ഞിട്ടേ ഇല്ല. എസ്തറിൻ്റെ അക്കൗണ്ടിൽ പൈസ കിടപ്പുണ്ട്, സ്കൂളിൻ്റെ ക്യാൻറ്റീൻ്റെ അക്കൗണ്ടിൽ പൈസ കിടപ്പുണ്ട്, അവൾ സ്വന്തമായിട്ട് കാർഡുകളുണ്ട് അവളുടെ. അവൾക്ക് പേ ചെയ്ത് ഫുഡ് വാങ്ങിയതിന് ഒരു കുഴപ്പമില്ല. ഞങ്ങൾ സാറിന് അതിനെക്കുറിച്ച് നോക്കാറോ അന്വേഷിക്കാറുള്ള ആൾക്കാരില്ല. ഈ പറഞ്ഞ വസ്തു ഒരു മാസം കഴിഞ്ഞപ്പോൾ എസ്തർ പെട്ടെന്ന് ഒരു സമയം പറയുന്നു, അവൾ ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നിനക്ക് ഫുഡ് വാങ്ങിച്ചു തന്നു, പക്ഷെ നീ എനിക്കൊന്നും തിരിച്ച് വാങ്ങിച്ചു തന്നില്ല. അപ്പോൾ തിരിച്ച് വാങ്ങിച്ചു തരാത്തത് വളരെ മോശമായിപ്പോയി. അപ്പോൾ എനിക്കതിൻ്റെ പൈസ കിട്ടിയാൽ കൊള്ളാം എന്ന് ഈ കൊച്ചു വന്ന് പറഞ്ഞു. എസ്തർ ഭയങ്കര ഷോക്കായിപ്പോയി, ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. അവൾ അതുകൊണ്ട് നേരെ വീട്ടിൽ വന്നു. അവൾ അപ്പോളജൈസ് ചെയ്തു, വീട്ടിൽ വന്നു എന്നോട് ഈ കാര്യം പറഞ്ഞു. എനിക്ക് ആദ്യമേ തോന്നി ഭയങ്കര ദേഷ്യമാണ്. എന്ത് പരിപാടി കേൾക്കുന്നത്, എന്ത് വൃത്തികെട്ട പരിപാടിയാണ്. നിന്നോട് ആര് പറഞ്ഞു അങ്ങനെ കൊച്ചിൻ്റെ നിന്ന് ഫുഡ് വാങ്ങിച്ചു വയ്ക്കാൻ ആര് പറഞ്ഞു? ആ ഇന്ത്യൻ പേരൻറ്റിങ്ങിൻ്റെ ഗ്രൗണ്ട് അന്നേരം വർക്ക് ചെയ്യുവാണ്. നമുക്ക് നാണക്കേടായി. എന്നാൽ അവൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അച്ഛൻ ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കൊടുത്ത് ഫുഡ് ഷെയർ ചെയ്ത് കഴിച്ചതാണ്. ഐ ഡിഡൻറ്റ് ഫീൽ എനിത്തിങ് റോങ്. ഞാൻ ഈ തെറ്റായിട്ടൊന്നും തോന്നിയില്ല. പക്ഷേ എനിക്ക് ആദ്യം തോന്നുന്നത് എൻ്റെ കലിപ്പാണ്. ഞാൻ കുറച്ച് നേരം ഭക്ഷണം വെച്ചു, മോശമായി പോയെന്ന് പറഞ്ഞു. ഇങ്ങനെ തെണ്ടി തിന്നാമെന്ന് ചോദിച്ചു, കുറേ ഡയലോഗൊക്കെ അടിച്ചു. കുറച്ച് കഴിയുമ്പോൾ എൻ്റെ തലയൊക്കെ തന്നെ ആ പറഞ്ഞതിൽ പോയിന്റ് ഇല്ലേ. നമ്മളും ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ തന്നെ ജീവിച്ചേ. ഒരു പപ്സും ഒരു നാരങ്ങാവെള്ളം കിട്ടാൻ വേണ്ടി നമ്മുടെ കൂട്ടുകാരുടെ കൊടുത്ത് എവിടെയൊക്കെ കയറിയിട്ടുണ്ട്, എന്തൊക്കെ പരിപാടികൾ കാണിച്ചിട്ടുണ്ട്. എൻ്റെ ചെറുപ്പമാണത്. ആ ചെറുപ്പം ഞാൻ എൻജോയ് ചെയ്ത് ജീവിച്ചിട്ടുണ്ട്. അവരാരും എന്നോട് നീ എനിക്ക് ഞാൻ എത്ര ദിവസം വാങ്ങിച്ചു തന്നില്ല, നീ എനിക്ക് വാങ്ങിച്ചതെന്ന് പറഞ്ഞിട്ടില്ല. പറയുന്നതിന് മുമ്പേ നമ്മൾ അങ്ങോട്ട് വാങ്ങിച്ചു കൊടുക്കും. നമ്മുടെ ഈ പൈസ എന്തെങ്കിലും ഉണ്ടായി വരുമ്പോഴത്തേക്കും നമ്മളും തിരിച്ച് വാങ്ങിച്ചു കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്ക് അതിന് ആവശ്യമില്ല. അവരൊക്കെ എത്ര റിച്ചായിട്ട് ജീവിച്ച ആൾക്കാരായിരുന്നു. ഇന്ന് വേറൊരു കൺട്രിയിൽ വേറൊരു സ്ഥലത്ത് എൻ്റെ കൊച്ചൊന്ന് ഫേസ് ചെയ്യുമ്പം ഞാനതിനെ വേറൊരു ആംഗിളിൽ കാണേണ്ട കാര്യമില്ല. ഷീ കുഡ് ഹാവ് ലേൺഡ്. അവൾ അറിഞ്ഞില്ല, അവളും ഷെയർ ചെയ്യേണ്ടതായിരുന്നു എന്നുള്ളതല്ല എൻ്റെ പ്രോബ്ലം. അല്ലാതെ അവൾ ആ കൊച്ചിനും കഴിക്കരുതായിരുന്നു എന്നുള്ളതല്ല ഇതിനൊക്കെ പ്രോബ്ലം. പക്ഷെ ഞാൻ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ച പോയിന്റ് അതാണ്. നീ ആ കൊച്ചിനെ കഴിക്കരുതായിരുന്നു. ആംറോ ഞാൻ തിരിച്ചു തന്നു. എസ്തറിനോട് അപ്പോളജൈസ് ചെയ്ത് ഞാനോട് സംസാരിക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ എസ്തർ എൻ്റെ ദേഷ്യം കഴിഞ്ഞു. ഇപ്പോൾ എസ്തർ മനസ്സിലായി ഞാൻ ഇനിയും ശാന്തമായിട്ട് സംസാരിച്ചു. പിന്നെ ഞങ്ങൾ സംസാരിച്ചു. എസ്തർ പറഞ്ഞു, ഇതിനകത്ത് എന്താണ് വെച്ചാൽ തെറ്റ്? എൻ്റെ അടുത്ത കൂട്ടുകാരിയാണ്, ഞാൻ അവൾക്കും ഇതുപോലെ ഫുഡ് ഷെയർ ചെയ്യുന്നതാണ്, അവിടെ എനിക്ക് ഷെയർ ചെയ്യുന്നതാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ ഷെയറിങ് എൻ്റെ മാത്രം കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ഞാൻ വേറൊന്നും വാങ്ങിക്കുന്നില്ല. അവൾ വാങ്ങിക്കുന്നു, ഞാൻ എൻ്റെ ജസ്റ്റ് കാരണം എനിക്ക് അത്രയും കഴിക്കാൻ വയ്യ. ഞാൻ ഓടിച്ചു, നീ എന്തുകൊണ്ട് നീ വാങ്ങിച്ചു കൊടുത്തില്ല? യു കുഡ് ഹാവ് ബോട്ട്. നിൻ്റെ ഈ പൈസ ഉണ്ടായിരുന്നു, നിനക്ക് ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് വാങ്ങിച്ചാൽ കൊച്ചിനത്തെ കൊടുക്കത്തില്ലായിരുന്നു, അല്ലെങ്കിൽ നിനക്ക് വാങ്ങിച്ചിട്ട് കഴിച്ചു കൂടായിരുന്നു. അപ്പോൾ അവർക്ക് നിങ്ങൾക്ക് 2 കൊണ്ട് ഷെയർ ചെയ്ത് കഴിക്കാമല്ലോ. മൈനസ്തർ പറയുന്നത്, അച്ഛാ ഒരു വലിയ ഫുഡ് ഹോട്ട് ഫുഡ് വാങ്ങിച്ചിട്ട് അത് കഴിക്കാനുള്ള വയറെനിക്കില്ല. ഐ എം നോട്ട് ഹംഗ്രി ഫോർ ദാറ്റ്. എനിക്ക് ജസ്റ്റ് അവൾ കഴിക്കുന്നപ്പം എന്തെങ്കിലും ഒരു പുതിയ സാധനം വാങ്ങിച്ചു, അതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയാൻ മതി, അത്രേ ഉള്ളൂ. പക്ഷേ അവൾ ആ കണ്ണിക്കൂടല്ല അതിനെ കണ്ടതെന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു. അവൾ ഇപ്പോൾ പറയുന്നു, ഞാൻ നിനക്ക് ഇത്ര ദിവസം വാങ്ങിച്ചു തന്നു, നീ എനിക്കൊന്നും വാങ്ങിച്ചു തന്നില്ല, ദാറ്റ്സ് നോട്ട് ഫെയർ എന്ന് പറയുമ്പം ഐ ഫീൽ അഷെയിംഡ്. നമ്മൾ താങ്ക് യു. ആ പോയിൻ്റാണ് ഞാൻ കാണിക്കാൻ ശ്രമിച്ചത്. എൻ്റെ റിലേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു പോയിൻ്റാണത്. നിനക്ക് അഷെയിംഡായിട്ട് തോന്നിയില്ലേ, നെക്സ്റ്റ് ടൈം അഷെയിംഡായിട്ട് തോന്നാതിരിക്കാൻ എന്ത് ചെയ്യണം? അപ്പോൾ പറഞ്ഞു, നെക്സ്റ്റ് ടൈം എനിക്ക് മനസ്സിലായി, ഞാൻ എനിക്ക് സാധനം വാങ്ങിച്ചത് ഇറ്റ്സ് നോട്ട് ഫോർ ഫ്രീ. ആരും വെറുതെ ഒന്നും തരുന്നില്ല എന്നുള്ളത് ഞാൻ പഠിച്ചു. ഇപ്പം എനിക്ക് മനസ്സിലായി, ഒരാൾ എനിക്കൊരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ ഞാനും അയാൾക്കൊരു സാധനം വാങ്ങിച്ചു കൊടുക്കണം. അതിന് വാങ്ങിച്ചു കൊടുക്കാൻ പാങ്ങുണ്ടെങ്കിൽ മാത്രമേ, ഇഫ് ഐ ആം ഏബിൾ ടു അഫോർഡ് ദാറ്റ്, എങ്കിൽ മാത്രമേ ഞാനത് സ്വീകരിക്കാവുള്ളൂ എന്ന് ഞാൻ പഠിച്ചു. ഞാൻ ഒന്നും പറയാതെ തന്നെ അവിടുന്ന് പഠിച്ചു. കുറച്ച് കറക്ഷൻസിൻ്റെ ആവശ്യമേ ഉള്ളൂ. കുറച്ച് കാര്യങ്ങളൂടെ ട്യൂൺ ചെയ്ത് അത് അവരുടെ തെറ്റാണോ, അങ്ങനെ സംസാരിക്കുന്നത് അവരുടെ തെറ്റാണോ, അവളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ അങ്ങനെ പറഞ്ഞതിനകത്ത്
അപ്പം എസ്തറിന് കുറച്ച് തെറ്റുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ അതിനെ തിരുത്തുന്നു, അവളുടെ ഭാഗത്ത് തെറ്റില്ല, ഇങ്ങനെയാണ് ഈ രാജ്യം, ഈ രാജ്യത്തെ രീതികൾ ഇങ്ങനെയാണ്, ഇവിടുത്തെ പേരൻറ്റിങ് ഇങ്ങനെയാണ്, നമ്മളൊരു പേരൻറ്റിനെ കാണാൻ പോകുന്ന ഒരു അപ്പോയിൻമെൻ്റ് എടുത്താണ് ഇവിടെ പോകുന്നത്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞപ്പം എസ്തർ ചിന്തിച്ചിട്ട് യെസ് റൈറ്റ് എനിക്ക് മനസ്സിലായി. ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന കറക്ഷൻ. ഞാനൊരു എക്സാമ്പിളായിട്ട് ഇൻസിഡൻറ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇൻസിഡൻറ്റ് നീളം കൂടിപ്പോയി. യു നീഡ് ടു കറക്റ്റ് കിഡ്സ്, യു നീഡ് ടു ഗൈഡ് കിഡ്സ്. ആ ഗൈഡൻസും കറക്ഷനും കുട്ടികൾക്ക് വേണ്ടതാ. ചില സ്ഥലങ്ങൾക്കകത്ത് നിങ്ങൾക്ക് ഗൈഡൻസിൻ്റെ വർത്തമാനം പറഞ്ഞ് ചിലപ്പോൾ ഇച്ചിരി ഇൻറ്റൻസ് ആയി പോയേക്കാം. എങ്കിലും ആ ഇൻറ്റൻസിറ്റി ഒഴിവാക്കാൻ, അതായത് എന്നെ എൻ്റെ പിള്ളേർ മോശമായിട്ട് കാണുമോ എന്ന് ഒഴിവാക്കാൻ വേണ്ടി അച്ഛൻ വേണമെന്ന് വർത്തമാനം പറയട്ടെ, അല്ലെ അമ്മ വേണമെന്ന് വർത്തമാനം പറയട്ടെ, ഞാൻ പറയില്ല. അങ്ങനെ പറയുന്നതും നിങ്ങളുടെ ഒളിച്ചോടലാണ്. നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിങ്ങൾ ഒളിച്ചോടുന്നത്. ഇന്ന് നിങ്ങൾ പറയാതിരിക്കുന്ന ഈ വാചകം നാളെ ചിലപ്പോൾ ഇതിൻ്റെ 10 ഇരട്ടി കട്ടിയിലും വിഷമത്തിലും ദേഷ്യത്തിലും നിങ്ങൾക്ക് പറയേണ്ടി വന്നേക്കാം. നാളെ ഒരു പ്രോബ്ലം ഉണ്ടായി കഴിയുമ്പോൾ അതുണ്ടാകാതിരിക്കാൻ ഇന്ന് കുഞ്ഞു സംഭവങ്ങൾക്കകത്ത് അവരെ കറക്റ്റ് ചെയ്യുന്നതും ഗൈഡ് ചെയ്യുന്നതുമാണ് നല്ലത്. പേരൻറ്റിങ്ങിനെ കുറിച്ചുള്ള എൻ്റെ എളിയ അനുഭവങ്ങളിൽ നിന്നുള്ള കൊച്ചു ടിപ്പാണ് ഈ പറയുന്നത്. ഞാൻ പിള്ളേരെ വളർത്തി കെട്ടിച്ച് വിട്ടിട്ടൊന്നുമില്ല. എനിക്കറിയുന്ന ചെറിയ ലോകത്തിലെ കാര്യം ഞാൻ ഈ പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ സംഭവത്തിനകത്ത് കുട്ടികൾക്ക് കൊടുക്കുന്ന ഗ്രൗണ്ട്, നിങ്ങൾ കുട്ടികൾക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്ന നിങ്ങൾ ഉപയോഗിച്ചോ, നിങ്ങളത് അയക്കോ, നിങ്ങളെക്കൊണ്ട് പറ്റും, നിങ്ങൾക്ക് കഴിയും എന്ന് പറയുന്ന സംഭവം, അത് ഓവർ മോട്ടിവേറ്റ് ചെയ്യരുത്. വെറുതെ അവരെ കൊണ്ട് പറ്റത്തില്ലാത്ത കാര്യങ്ങൾ, പുലിയാണ്, നിനക്ക് വിമാനം ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞ് പിള്ളേരെ വെറുതെ കളത്തി കയറ്റി വിടുന്നത്. തെറ്റായിട്ടുള്ള ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് കിട്ടുന്ന ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ പറഞ്ഞല്ലോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്, എന്നെക്കൊണ്ട് പറ്റും, നിന്നെക്കൊണ്ട് പറ്റുക എന്നെക്കൊണ്ട് പറ്റും. ഈ കൊച്ച് ചിലപ്പോൾ അതിനെക്കൊണ്ട് എടുക്കാൻ വയ്യാത്ത ഭാരമായിരിക്കും എടുക്കുന്നത്. അതിനെ ചെയ്യാവുന്ന 100 കൂട്ടം കാര്യങ്ങൾ വേറെ ഉണ്ടായിരുന്നു. അതിന് സ്വന്തം ഇൻട്രസ്റ്റ് കൊണ്ട് സ്വന്തം ഇഷ്ടം കൊണ്ട് അത് ചെന്ന് ഇറങ്ങേണ്ട ഒത്തിരി മേഖലകളുണ്ടായിരുന്നു. പോവില്ല. അച്ഛൻ ഇഷ്ടമുള്ള മേഖല അതായതുകൊണ്ട് ഞാനിത് ചെയ്യാൻ ശ്രമിക്കുന്നു. ഉദാഹരണമുണ്ട്, എൻ്റെ ഇളയ മോളുടെ കാര്യം പറഞ്ഞത്, എനിക്ക് ബ്ലോഗിങ് ഇഷ്ടമാണ്, സംസാരിക്കുന്നത് ഇഷ്ടമാണ്, ക്യാമറ ഷൂട്ട് ചെയ്ത് ഇഷ്ടമാണ്, എഡിറ്റിംഗ് ഇഷ്ടമാണ്. അവൾക്ക് അറിയുന്ന, കാരണം വെച്ചാൽ പുള്ളി ഫിസിക്കലി ആക്റ്റീവായിട്ടുള്ള വ്യക്തിയാണ്. പുള്ളിക്ക് കരാട്ടെ, ജിംനാസ്റ്റിക്സ് അങ്ങനത്തെ സാധനങ്ങൾ ഇഷ്ടമുള്ള വ്യക്തിയാണ്. നമ്മൾ കെഞ്ചി പറയുന്നുണ്ട്, എടി നിനക്ക് ഇഷ്ടമുള്ള മേഖല നീ ഇപ്പോൾ സമ്മതിക്കില്ല. കാരണം അച്ഛന് ഇഷ്ടമുള്ള വ്ളോഗിങ്ങാണ്. എങ്കിൽ ഞാനും വ്ളോഗറാവും, ഞാനും സംസാരിക്കാൻ പഠിക്കും, ഞാനും ക്യാമറ ഉപയോഗിക്കാൻ പഠിക്കും, എഡിറ്റിംഗ് പഠിക്കും. മാനസികമായിട്ട് ഒരു കമ്പ്യൂട്ടറിന് മുമ്പിൽ പോയി, ഒരു ടാബിൻ്റെ മുമ്പിൽ പോയി എഡിറ്റ് ചെയ്ത് ക്ഷമയോടുകൂടി വെട്ടി മാറ്റി മ്യൂസിക് ആഡ് ചെയ്ത് അങ്ങനെ ഇരിക്കാൻ മാത്രമുള്ള ക്ഷമ അവർക്കില്ല. അങ്ങനെ ഒരു കൊച്ചിനെ നമ്മളെ നിർബന്ധിച്ച് എനിക്കത് ഇഷ്ടമായതുകൊണ്ട് ഞാൻ അവളെ നിർബന്ധിച്ച് ഞാൻ തിറക്കുമെന്നാണോ പറയണ്ടേ? അങ്ങനെയാണെങ്കിൽ അതെൻ്റെ സ്വാർത്ഥമായിട്ടുള്ള ഒരു ഇഷ്ടമാണത്. ഞാൻ ശരിക്കും ചെയ്യേണ്ട അതാണോ? അല്ല. ഞാൻ ആ കൊച്ചിൻ്റെ ഇഷ്ടം എന്താണ് കണ്ടുപിടിക്കുക ചെയ്യേണ്ടത്. ഞങ്ങളത് വീണ്ടും ഒത്തിരി അതിൻ്റെ പുറകെ നടന്ന് പിള്ളേരോട് സംസാരിച്ചു, അവളുടെ ടീച്ചേഴ്സിനോട് സംസാരിച്ച ശേഷം ഞങ്ങൾക്ക് മനസ്സിലാച്ചവിടെ ഫിസിക്കൽ ആക്ടിവിറ്റിയാണ് കൂടുതൽ നല്ലതാണ് എല്ലാവരും പറയുന്നത്. അവളെ കൊണ്ട് കരാട്ടയ്ക്ക് ചേർത്ത് ഭയങ്കര ഹാപ്പിയാണ് പുള്ളി. വളരെ കാര്യമായിട്ട് രാവിലെ നോർമൽ ഡേ ഫുള്ളിൽ നിന്ന് എഴുന്നേക്കാത്ത, അല്ലെ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ ടിവിയുടെ മുമ്പിൽ നിന്ന് എഴുന്നേക്കാത്ത ആൾ ഇത് ആ കരാട്ടയുടെ ദിവസം സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ അന്നേരം എങ്ങനെയെങ്കിലും പുള്ളി എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി അന്നേരം കരാട്ടയുടെ ഗൗൺ ഇട്ട് പോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. ബിക്കോസ് ഷീ ലൈക്ഡ് ഇറ്റ്, ഷീ ഈസ് എൻജോയിങ് ഇറ്റ്. ഞാൻ പറഞ്ഞത് ഇതുപോലെ പേരൻറ്റിങ്ങിന് പല മുഖങ്ങളുണ്ട്. സ്വന്തം നിലയ്ക്ക് തെരുവിൽ കളിച്ച് വളർന്ന് വലിയ ഫുട്ബോളേഴ്സും ഒളിമ്പിക്സ് മെഡൽ ഹോൾഡേഴ്സൊക്കെ ആയ ആൾക്കാർ കാണും. റൊണാൾഡോയുടെയും മറ്റുള്ളവരുടെയൊക്കെ കഥകളൊക്കെ നമ്മൾ കേൾക്കും. നമ്മുടെ കൊച്ചിനെ സ്വന്തമായിട്ട് അവർ എക്സ്പ്ലോർ ചെയ്തിട്ട് നാളെ ഒരു സ്കില്ലുണ്ടാക്കിയിട്ട് നാളെ ഒരു വലിയ നിലയിൽ എത്തട്ടെ എന്നുള്ളൊരു ഭാഗ്യക്കളിക്ക് വിട്ടുകൊടുക്കുന്നതാണ് നല്ലതെന്ന് നിങ്ങളുടെ വിശ്വാസമെങ്കിൽ അങ്ങനെ ഒരു ഭാഗ്യക്കളിക്ക് പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളെ വിട്ടുകൊടുക്കാതിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളറിയുന്ന കുറച്ച് അറിവുകളും കറക്ഷൻസും എങ്കിലും നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കുക. അതുവഴി അവരൊരു ബെറ്റർ ഹ്യൂമൻ ബീങ് ആവും. ഇതെൻ്റെ എപ്പോഴും ഉള്ളൊരു മോട്ടോയാണ്, ബീങ് എ ബെറ്റർ ഹ്യൂമൻ ബീങ്. കാരണം അതാണ് നമ്മുടെ ബേസിക്കലി ഉള്ള കൺസെപ്റ്റ്. നിങ്ങൾ ഏത് മതം എടുത്തോ, ഏത് മതഗ്രന്ഥം എടുത്തോ, അവിടെ എല്ലാം പറയാൻ ശ്രമിക്കുന്ന ഏക അച്ചുതണ്ടത അവസാനം ഇത്രയേ ഉള്ളൂ: ഏറ്റവും നല്ലൊരു മനുഷ്യനാകാം, ബെറ്ററായിട്ടൊരു മനുഷ്യനാണ്. നിങ്ങളുടെ മക്കളെ ഒരു ബെറ്റർ ഹ്യൂമൻ ബീങ് ആക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയട്ടെ ഞാൻ ആശംസ. വഴിയിലൂടെ അടിച്ച് കളിച്ച് വളർന്ന് അവർ നാളെ ഒരു കാലത്ത് എക്സ്പ്ലോർ ചെയ്ത് വലുതാകുന്നതിനും നല്ലതാണ് കുറച്ച് ചെറിയ കറക്ഷൻസ് കൊടുത്ത് അവർ ബെറ്ററായിട്ട് ട്രെയിൻ ചെയ്യപ്പെട്ട് വരുന്നത്. നമ്മുടെ വീടിന് പുറത്തൊരു ലോകമുണ്ട്, ആ ലോകത്ത് ജീവിക്കാൻ അവരെ പര്യാപ്തരാക്കണം. അതിന് ഉള്ള ഉത്തരവാദിത്വം നമുക്കാണ്. അത് റൂൾ നമ്പർ 1 ആണ്. അതാണ് നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളിലെ ആകത്തുക. ഞാൻ മെനക്കെട്ടില്ലെങ്കിലും വീട്ടിലുള്ള മറ്റുള്ളവർ പിള്ളേരെ നോക്കിയോളൂ. ഞാൻ ഇങ്ങനെ ഇവിടെ നിന്ന് വലിയ താളം അടിച്ച് വായ്ത്താളം തള്ളത്തേ ഉള്ളൂ. ഞാൻ പിള്ളേർക്ക് വേണ്ടി ഒന്നും ചെയ്യൂല. കാരണം പിള്ളേരുടെ ഗുഡ് ബുക്കിൽ എൻ്റെ പേര് വേണം. അത് അപ്പന്മാരും ഉണ്ട് അമ്മമാരും ഉണ്ട്. ഇതിനകത്ത് ചെയ്യാതിരിക്കുക. ചെയ്തു കഴിഞ്ഞാൽ നാളെ ഒരു കാലത്ത് സ്വയം ബീലിറ്റിൽഡ് ആകുന്നത് കാണാം, സ്വയം ചെറുതാകേണ്ടി വരുന്നത് കാണാം. കാരണം ഈ പിള്ളേർ ഫേസ് ചെയ്യാവുന്ന റിയൽ ലൈഫിനെയാണ്, റിയൽ ലോകത്തെയാണ്. അപ്പോൾ അവർക്ക് മനസ്സിലാകും, അവരോട് വഴക്ക് പിടിക്കുകയും അവരെ കറക്റ്റ് ചെയ്യുകയും ചെയ്ത പേരൻറ്റ് എന്താണ് അവർക്ക് കൊടുത്തതെന്ന് അവർക്ക് പിടികിട്ടും. അന്നേരം ഈ ഒന്നും മിണ്ടാതെ പാവത്താൻ കളിച്ച് ഐസ്ക്രീം മാത്രം വാങ്ങിച്ചു കൊടുത്തുകൊണ്ടിരുന്ന അപ്പനും അമ്മയും ചെറുതായിപ്പോൾ അതാ നിങ്ങളുടെ സ്വയം നിങ്ങളെ കണ്ണിൽ കാണാതെ അങ്ങനത്തെ അനുഭവങ്ങൾ ചുറ്റും കാണുന്നതുകൊണ്ട് പറയുവാണ്. 3, ഒരു കണ്ണ് നിൻ്റെ മേലുണ്ടായിരിക്കണം. നല്ല കാര്യമാണ്. ഒരു കണ്ണ് തീർച്ചയായിട്ടും ഈ കുട്ടികളുടെ മേലുണ്ടായിരിക്കണം. അല്ലാതെ ഞാൻ നെഗ്ലക്റ്റ് ചെയ്തിട്ട് അവരെന്നാച്ച കാണിക്കട്ടെ, എതുവഴിയിലും പോട്ടെ എന്നുള്ളതല്ല. അവരുടെ മോളുടെ ശ്രദ്ധ നിങ്ങൾക്ക് വേണം.
പക്ഷേ രണ്ട് കണ്ണും പിള്ളേരുടെ മുകളിലായിരിക്കരുത്. അതായത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങരുത്. നിങ്ങൾ എവിടെ പോയാലും നിങ്ങളുടെ പുറകെ നിങ്ങൾ ഇത് ചെയ്തു, നിങ്ങളുടെ ഫോൺ, നിങ്ങളുടെ മറ്റേത്, നിങ്ങളുടെ അത് ഇത് ലോകത്തോടെ സകലത് ഇങ്ങനെ കൺസ്ട്രക്റ്റായിട്ട് ഓർത്തഡോക്സിക്കലായിട്ട് ചിന്തിച്ച് പിള്ളേരെ ഇങ്ങനെ ഈ കേജിലിട്ട് വളർത്തുന്ന പക്ഷി കുഞ്ഞോ ആക്കരുത്. കേജിലിട്ട് വളർത്തുന്ന പക്ഷി എന്ന് പറഞ്ഞാൽ അതൊന്ന് ചിറക് വളർത്തി കഴിഞ്ഞാൽ എൻ്റെ ലോകം തീർന്നു. അത്രേ ഉള്ളൂ. ഈ ചിറക് അപ്പുറത്ത് ഇപ്പുറത്ത് മുട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ലോകം കഴിയും. 4ാമത്തെ റൂൾ, ആരാൻ്റെ പിള്ളേരോട് എങ്ങനെയും മടർന്നാം. ആരാൻ്റെ പിള്ളേർ എങ്ങനെയെങ്കിലും വന്നാൽ എനിക്ക് കുഴപ്പമില്ല. പഠിക്കേണ്ട, കുഴപ്പമുണ്ട, കുഴപ്പക്കാരും പേടിക്കേണ്ട, നോ പ്രോബ്ലം, നിനക്ക് ജോലി കിട്ടും, നിനക്കതിനുള്ള കഴിവുണ്ട് എന്ന് കിളത്തി വിടുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയും ഒരു പേരൻറ്റിങ് ഗ്രൂപ്പുണ്ട്. അത് പേരൻറ്റിങ് എന്നല്ല എന്നെ പറഞ്ഞത്, അത് ഈ കണ്ണിക്കടി അസൂയ എന്നൊക്കെ പറയും. അതായത് അപ്പുറത്തും മുടിഞ്ഞാലും കുഴപ്പമില്ല, എൻ്റെ പിള്ളേർ നന്നായിട്ട് വളർന്നാൽ മതി. ഒരു ബാഡ് ഹാബിറ്റാണ് നമ്മുടെ സമൂഹത്തിലുണ്ട്, ചെയ്യാതിരിക്കുക. നിങ്ങൾ നാളെ ഒരു കാലത്ത് നമ്മളെ ഒന്നും ഇവർ മറന്നു പോകത്തൊന്നുമില്ല. പിന്നെ ഈ 10 വയസ്സിൽ നമ്മൾ കൊടുക്കുന്ന ഉപദേശം, നമ്മൾ കാണിക്കുന്ന അവഗണന അവർ മറന്നു പോകുന്ന ഇല്ലില്ല. നിങ്ങളൊക്കെ ഇത് കണ്ണടച്ച് കൊടുത്തോ, ഞാൻ മറന്നിട്ടില്ല. ഇവിടുത്തെ നിങ്ങളെ ഞാനും മറക്കാൻ പോകുന്നില്ല. നിങ്ങൾ പെരുമാറുന്നത് തെറ്റാണെങ്കിൽ, നിങ്ങൾ ഇടപെടുന്നത് തെറ്റായ ഉദ്ദേശത്തോടെ ആണെങ്കിൽ ഈ കുട്ടികൾ ആരും നിങ്ങളെ മറക്കത്തില്ല. ജീവിതത്തിൻ്റെ അവസാനം വരെ ഓർത്തിരിക്കും. മറ്റവൻ എന്നുള്ള ഓർത്തത്തിൽ തന്നെ ഓർത്തിരിക്കും. മറ്റവൾ എന്നാ സ്ത്രീയായിരുന്നവരെ. ഈ ഒരു ഇമേജിൽ പിള്ളേരുടെ ഉള്ളിൽ കയറുന്നുണ്ടെങ്കിൽ ഈ കിളത്തിവിടൽ നിർത്തുകയാണ്. ഒരു 18 വയസ്സ് വരെയെങ്കിലും നിങ്ങൾ അവർക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാൻ റെഡിയായിരിക്കുക. നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും, ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ പുതിയ വണ്ടി വാങ്ങിക്കും, ലോകം മൊത്തം ടൂർ പോകും, ഒക്കെ ശരിയായിരിക്കും. പക്ഷെ നിങ്ങളുടെ പിള്ളേരുടെ കൂട്ടത്തിൽ ഇങ്ങനെ സംസാരിക്കാൻ, ഇങ്ങനെ സമയം ചിലവാക്കാൻ നിങ്ങൾ സമയം കണ്ടുപിടിച്ചേ പറ്റൂ. 18 വയസ്സ് വരെ എങ്കിലും എന്ന് പറയാൻ കാര്യം 18 വയസ്സാകുമ്പോൾ ഇവിടെ അഡൾട്ടായിട്ട് അറിയപ്പെടുന്നു. സ്റ്റിൽ ഐ ഡോണ്ട് കൗണ്ട് ഇറ്റ് ആസ് അവർ അതിനുള്ള മാനസിക വളർച്ചയും പക്വത എത്തുന്ന ഞാൻ പറയത്തില്ല. 18 വയസ്സ് ഒരു 21, 22, 25 വയസ്സ് വരെയൊക്കെ പിള്ളേർ ഇങ്ങനെ ഈ കെട്ടുപെട്ട പട്ടം പോലെ നടക്കുന്ന ഒരു സമയമാണ്. പക്ഷെ അത് കഴിയുമ്പോൾ അതൊക്കെ ചിന്തിച്ചു തുടങ്ങും. ശരിയാണല്ലോ, ഇനി ഇങ്ങനെ കാര്യങ്ങൾ ഇതിനൊക്കെ ബെറ്ററായിട്ട് ചെയ്യാമായിരുന്നല്ലോ, എന്തുകൊണ്ട് ഇങ്ങനെ അങ്ങനെ ചെയ്യുന്നതിൻ്റെ അർത്ഥം ഇതായിരുന്നല്ലേ എന്ന് ചിന്തിച്ചു തുടങ്ങും. 18 വയസ്സ് വരെയെങ്കിലും നിങ്ങളുടെ ഭാഗത്തുള്ള എഫേർട്ട് നിങ്ങൾ കൊടുത്താൽ ആ 25 വയസ്സ് വരെയുള്ള സമയത്ത് അവന് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള ഇടകാണ്. പകരം 10 മുതൽ 18 വയസ്സ് വരെ അവരെ ഗൈഡ് ചെയ്തിട്ടില്ലെങ്കിലോ ഒന്നും ചെയ്തിട്ടില്ല. അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒന്നുമില്ല. അവർ സ്കൂളുകാർ വളർത്തട്ടെ, കൂട്ടുകാർ വളർത്തട്ടെ, കൂട്ടുകാർ വളർത്തുന്നത് പഠിക്കട്ടെ എന്നുള്ള ഇമേജിൽ നിങ്ങൾ നിങ്ങളുടെ പിള്ളേരുടെ മുകളിൽ സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കതിരെ കൊണ്ട് വളം വെക്കുന്ന ദുര്യോഗം നിങ്ങൾക്കുണ്ടാകും എന്നുള്ളതാണ് ഇനി ഞാൻ കാണുന്ന അനുഭവങ്ങൾ. എല്ലാവർക്കും അങ്ങനെ അല്ലായിരിക്കാം. കുട്ടികൾക്ക് കൊടുക്കുന്ന പ്രിവിലേജസ് ഉണ്ട്, കൊടുക്കുന്ന സ്വാതന്ത്ര്യമുണ്ട്, കുട്ടികൾക്ക് കൊടുക്കുന്ന റിസോഴ്സുകളുണ്ട്. അതവർ ഉപയോഗപ്പെടുത്തുന്നത് എങ്ങനെയാണ് ഒരു മോണിറ്റർ ചെയ്യേണ്ട സംവിധാനം നിങ്ങൾക്ക് വേണം. അല്ലാതെ ഞാൻ അവർക്കത് കൊടുത്തു റിവാർഡ്, ഇവിടുത്തെ ഒരു സിസ്റ്റമാണ്. പണിഷ്മെൻറ്റ് കൊടുക്കുന്നതിന് പകരം ഇങ്ങനത്തെ റിവാർഡുകൾ കട്ട് ചെയ്യുകയും ഓഫർ ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ പരിപാടിയാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ കൊച്ചൊരു തല്ലുകൊളുത്തരം കാണിച്ചു, അപ്പോൾ നിങ്ങളുടനെ കൊച്ചിന് ഏറ്റവും ഇഷ്ടപ്പെട്ട TV പ്രോഗ്രാം നിങ്ങൾ ക്യാൻസൽ ചെയ്തു. അതാണ് കൊച്ചിൻ്റെ പണിഷ്മെൻറ്റ്. ഇത് നമ്മൾ ഒരു ഗ്രൗണ്ട് റൂൾ ഉണ്ട്, വീട്ടിൽ നമ്മുടെ ഒരു ഗ്രൗണ്ട് റൂൾ ഉണ്ടാക്കിയെടുക്കും, ഒരു ഹോം റൂളുണ്ട്. പിള്ളേർ അത് പേടിച്ച് കഴിവതും നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും. ഇറ്റ്സ് എ വർക്കിംഗ് സ്റ്റൈൽ. അത് തീർച്ചയായിട്ടും വർക്ക് ചെയ്യുന്ന ഒരു പോളിസി തന്നെയാണിത്. എൻ്റെ അടുത്ത സ്കൂളുകളിലെല്ലാം ഭയങ്കര എഫക്റ്റീവായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു വസ്തുവാണ്. പിള്ളേരെ ശിക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ എന്താണ് അവർ ഇഷ്ടപ്പെടുന്ന സാധനം അതിനെ കട്ട് ചെയ്തിട്ട് അവരൊരു കോർണർ നിർത്തുക. ആ ഒരു കോർണർ അവിടുന്ന് അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അവിടെ ഒന്നും ചെയ്യാനില്ല, ആക്ട് ചെയ്യാനുള്ള ഇടയില്ല, ഇൻട്രാക്ട് ചെയ്യാൻ പറ്റത്തില്ല, മിണ്ടാതെ അവിടെ അലകാതിരിക്കും. പിള്ളേരെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ഇന്ത്യയിലൊക്കെ ഇപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ട് ഈ ഒരു സിസ്റ്റം. എങ്കിലും ഈ സിസ്റ്റത്തിനനുസരിച്ച് കാര്യങ്ങൾ നടക്കുമ്പോൾ ഒരു മെയിൻ കുഴപ്പം ഇവർക്ക് റിവാർഡുകൾ കിട്ടിക്കൊണ്ടിരിക്കും. കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ റിവാർഡ്. ഈ റിവാർഡുകൾ ഇവർ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് ദയവ് ഇതൊന്നും അറിയുക. ഇതെന്തുകൊണ്ട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പ്രായമാകുന്ന പിള്ളേരുടെ ഈ റിവാർഡുകളുടെ കളക്ഷനൊക്കെ കൂടിയിട്ട് പിള്ളേരുകൾ പെട്ടെന്നാണ് അവരുടെ ഒരു പൈസയുണ്ട്, അവർക്ക് പോക്കറ്റ് മണി ആയിട്ടോ അല്ലാതെ ആയിട്ടോ അവർക്ക് പൈസയുണ്ട്. അപ്പോൾ ഒരു ഇപ്പോൾ SRൻ്റെ പ്രായത്തിൽ 7ാം ക്ലാസ് 8ാം ക്ലാസ് കഴിയുന്ന പിള്ളേർ SR പറഞ്ഞ് ഇപ്പോൾ ഡ്രഗ്സ് ഉപയോഗിച്ച് തുടങ്ങി. അവരുടെ കൂട്ടത്തിലുള്ള പലരും ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ട്, വേപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. SR ചോദിക്കുന്നത് അത് ഇവിടുന്ന് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ പലരുടെയിലും വേപ്പുണ്ട്. കാത്തലിക് സ്കൂളിലെ ഭയങ്കര സ്ട്രിക്റ്റ് അവിടുത്തെ കാര്യമാണ്. എന്നിട്ടും അത് ഉപയോഗിക്കുന്ന പിള്ളേർ അവരുടെ കൂടെ ഇത്രയും കുഞ്ഞു പ്രായത്തിലുണ്ടെന്ന് പറയുമ്പം വേറെ എക്സാക്ട്ലി ഇറ്റ് ഗോസ് ടു എന്നുള്ള സംഭവം നമുക്കുണ്ട്. ഒരു കത്തോലിക്ക സ്കൂളിൽ അതാണ് അവസ്ഥയെങ്കിൽ സ്റ്റേറ്റ് സ്കൂളിൻ്റെ അവസ്ഥ എന്തോന്നുള്ളത് കണ്ടറിയണം. കാരണം ഒരു ചോദ്യവും പറച്ചിലില്ലാത്ത സ്കൂളിംഗ് സിസ്റ്റമാണ് ഇവിടുത്തെ സ്റ്റേറ്റ് സ്കൂൾ. ആരും ഒന്നും ചോദിക്കില്ല. ഞാൻ പറയുന്നത് മനസ്സിലാണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്ന റിസോഴ്സുകൾ അവർ ഉപയോഗിക്കുന്ന എങ്ങനെയെന്നും അതിൻ്റെ ബെനിഫിറ്റ് അവരെടുക്കുന്നുണ്ടോയെന്നും നിങ്ങൾ മോണിറ്റർ ചെയ്തേ പറ്റൂ. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ചെയ്യാതിരിക്കാം നിങ്ങളുടെ പേരൻറ്റിംഗ് സ്റ്റൈൽ. എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ചെയ്യുന്ന കുറച്ച് മെത്തേഡുകൾ പറയുന്നേ ഉള്ളൂ. ഈ പറയുന്ന വലിയ കഥകളൊക്കെ പറയാൻ വേണ്ടി എൻ്റെ പിള്ളേർ ബിൽ ഗേറ്റ്സോ അവർ ഭയങ്കര ഹൈലി സ്കിൽഡ് പിള്ളേരൊന്നുമല്ല, വെറും സാധാരണ പിള്ളേരാണ്. നാളെ അവരങ്ങനെ ആകുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ചുറ്റുപാടിൽ കാണുന്ന ചില കാര്യങ്ങൾ കണ്ട് പല ഇഷ്യൂസ് പലയിടത്തും കാണുന്നത്. മക്കളെ പോലീസിനെ വിളിച്ച് അച്ഛനെ പഠിപ്പിക്കുന്നു, അമ്മയെ റിപ്പോർട്ട് ചെയ്യുന്നു, അമ്മ ഞങ്ങളെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നു, അമ്മ ഞങ്ങളെ ഓവറായിട്ട് ബുള്ളി ചെയ്യുന്നു, അമ്മയെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുന്നു. ഈ കഥയൊക്കെ ഞങ്ങൾ മലയാളി കമ്മ്യൂണിറ്റിക്കകത്ത് ഇപ്പോൾ കണ്ടു തുടങ്ങി. അതിൻ്റെ വെളിച്ചത്തിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഈ പിള്ളേർ അവിടം വരെയൊക്കെ ഇത്രയും ഫാർ എൻ്റെ വരെ എത്തുന്നതോടെ മുമ്പ് തന്നെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാമായിരുന്നു. ചെയ്തില്ല. അവർക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്തില്ല, സംസാരിച്ചില്ല. ഡയലോഗ്സ് വഴിയായിട്ട് കാര്യങ്ങൾ നിങ്ങൾ
അവർക്ക് ഒരു ഓപ്പണിംഗ് ചാനൽ കൊടുത്തില്ല. സോ ദേ ഡോണ്ട് ഹാവ് എനിവൺ ടു ടോക്ക്. അവർക്ക് പിന്നെ സംസാരിക്കാനുള്ള സ്കൂളിലെ കൗൺസിലറോടാണ്. സ്കൂളിലെ കൗൺസിലർക്ക് മനസ്സിലാകുന്നത് എന്തോന്നത്, ഇങ്ങനെയാണ് അവർ വീട്ടിൽ പെരുമാറേണ്ടത്. ഈ സ്റ്റൈലിലോട്ട് കാര്യങ്ങൾ പോകും. ഒന്നുകൂടെ നമുക്ക് കണ്ണ് തുറന്ന് ചിന്തിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് പറയുന്നേ ഉള്ളൂ. വി ക്യാൻ ബിൽഡ് എ ബെറ്റർ കമ്മ്യൂണിറ്റി. കാരണം മലയാളി കമ്മ്യൂണിറ്റി വലുതായിക്കൊണ്ടിരിക്കുന്നു. ഒരു ബെറ്റർ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ ഇങ്ങനെ കുറച്ച് ടിപ്പുകൾ കൊണ്ട് നല്ലതായിരിക്കും പേരൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക്. അപ്പോൾ താങ്ക് യു. ഇനി ഇതിന് കീഴിൽ കമൻറ്റ് ചെയ്യും കേട്ടോ. നിങ്ങളൊക്കെ ഇപ്പോൾ എന്നെക്കാട്ടിലും പ്രായമുള്ള പിള്ളേരുടെയൊക്കെ അപ്പനമ്മയായിട്ടുള്ള ആൾക്കാർ ഒത്തിരി പേര് കാണുന്നുണ്ടായിരിക്കും. നിങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇതിലേക്ക് കമൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് കമൻറ്റ് ചെയ്യും. നിങ്ങളുടെ കമൻറ്റുകൾ പോലും ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്. അതിന് സമയം ചിലവാക്കേ. നിങ്ങൾക്ക് അറിയുന്ന പോയിൻ്റ്, നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ കീഴെ കമൻറ്റായിട്ടിടെ. ഞാൻ കഴിവത് എല്ലാ കമൻറ്റുകൾക്കും മറുപടി തരാനുള്ള ഒരു മനുഷ്യനാണ്. എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാൻ പറയാറില്ല, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാറില്ല. ഇതൊന്നും എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളല്ല. പക്ഷേ കമൻറ്റുകൾ ഇൻട്രാക്റ്റ് ചെയ്യും. നിങ്ങൾക്കറിയുന്ന കുഞ്ഞു കുഞ്ഞു അറിവുകൾ നമ്മൾ ഇൻട്രാക്റ്റ് ചെയ്യും. അതെല്ലാവർക്കും ഗുണപ്പെടും. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. താങ്ക് യു സോ മച്ച്.